ലൈംഗികാരോപണ പരാതിയിൽ മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ വീട്ടിലെത്തി. നടന്മാരടക്കം 7 പേർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. അല്ല, അന്വേഷണം നടത്തുന്നുണ്ടല്ലേ. നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസിൽ എല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ശ്യാം പ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ ഇപ്പോൾ നടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ നടി പൊതു സമക്ഷം വന്ന് എണ്ണി താൻ നേരിട്ട ചൂഷണങ്ങൾ, ദുരനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ അത് ഏത് രീതിയിലായിരിക്കും? ഹരിയ DIG സജിത ബീഗം, അതോടൊപ്പം തന്നെ AIG G പൂങ്കുഴലി എന്നിവരടങ്ങിയ അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ 2 ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കൊച്ചിയിലെ ഈ ചലച്ചിത്ര പ്രവർത്തകയുടെ ഫ്ളാറ്റിലെത്തി ഇപ്പോൾ മൊഴിയെടുക്കുന്നത്. പ്രധാനമായിട്ടും 7ഓളം നടന്മാർക്കെതിരെയും അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ഉൾപ്പെടെ ആണ് ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ എണ്ണി ആര്യ പറഞ്ഞതുപോലെ തന്നെ എണ്ണി ഓരോന്നും അക്കമിട്ട് പറയുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും അതെല്ലാം ഏറെ ഗൗരവത്തോടുകൂടി തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ രാവിലെയോടുകൂടി തന്നെ ഇപ്പോൾ ഇവിടെ എത്തി, ഈ ഫ്ളാറ്റിലെത്തി. ഇപ്പോൾ നിലവിൽ ഈ നടിയിൽ നിന്ന് ഈ ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട്, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് സാധ്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഈ എത്രത്തോളമുള്ള മൊഴികൾ അത് ഉണ്ട് എന്നതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഈ നടിയുടെ വീട്ടിലെത്തിയിരിക്കുന്നതും. അതിൽ ഇവർ പ്രധാനമായിട്ടും നമ്മോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച ശേഷം നിരവധിയായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട്. ഈ പരാതികളെല്ലാം തന്നെ എല്ലാ പരാതികൾക്കും പരിഹാരമുണ്ടാക്കും, എല്ലാ പരാതികളും പരിശോധിക്കും എന്ന കാര്യം ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പരാതികൾ ഏറെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഈ പരാതികളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘം, ഈ പ്രത്യേക അന്വേഷണ സംഘം ഇത് പരിശോധിച്ച് അത് കൃത്യമായ രീതിയിൽ ഇവരുടെ മൊഴിയെടുത്ത ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഒരുപക്ഷെ ഇത് കേസ് ഉൾപ്പെടെ FIR ഉൾപ്പെടെ ഇടുന്നത് സംബന്ധിച്ച് ഇവരുടെ മൊഴിയും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച സാഹചര്യ തെളിവുകളും എല്ലാം കൂടി കണക്കാക്കി തന്നെയാകും.